Good morning, dear children. Welcome back to another session of our English classroom. We have already completed the very wonderful story, The Grain as Big as a Hen's Egg. And hope you have already written the questions and its answers. Page number 112. There were 8 questions. Through 2 classes, we have completed discussion on the story. So all of you should read again the story 1 or 2 times. Then we have to go through the remaining activities in the story. So as a part of it, you may be pleased to take page number 113 of your textbook part 2. 113. Please open. Hope you have opened the textbook page number 113. Okay. Now let us revisit the story. So you have to write the answers in your notebook. There are 4 questions are given in the textbook. How did the wise men try to find the details of the corn? So do you remember the story? The king asked the wise men to find out the details of the corn. ഈ ധാന്യത്തിന്റെ വിശദമായ വിവരങ്ങൾ കണ്ടെത്താൻ രാജാവ് ആവശ്യപ്പെട്ടിരുന്നു. So how did they? What did they do? എന്ത് ചെയ്തു? അല്ലെങ്കിൽ എങ്ങനെയാണ് അവരത്? So you can write the answer. They pondered over the grain. Then they pondered over and over the grain. Looked. അതിനെക്കുറിച്ച് ഇങ്ങനെ thought, ചിന്തിച്ചു, കുറെ അധികം ചിന്തിച്ചു നോക്കി. Then they looked or referred in their books. ബുക്സിലൊക്കെ കുറെ അന്വേഷിച്ചു. But they could not find anything. But they could not find or could not understand anything. So that is the answer. Question number 2. Why was the great grandfather healthier than his son and grandson? നമ്മൾ കണ്ടു ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ദേ ബ്രോട്ട് ഓൾഡ് ഫാർമർ, വളരെ വയസ്സായ ഒരു ഫാർമറെ കൊണ്ടുവന്നു. ബട്ട് ഹി കനോട്ട് വാക്ക് പ്രോപ്പർലി, ഹി കനോട്ട് സീ, ഹി കനോട്ട് ഹിയർ. പക്ഷേ അദ്ദേഹം പിന്നെ എങ്ങനെയൊക്കെയോ കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൈ ഫാദർ മേനോ, എൻ്റെ അച്ഛൻ ഒരു പക്ഷെ അറിയാമായിരിക്കാം. പക്ഷേ അദ്ദേഹം വന്നപ്പോഴോ ഇദ്ദേഹം ഒരു ഊന്നുവടിയിലാണ് നടക്കുന്നത്. മറ്റുള്ള 2 ഊന്നുവടി ഉപയോഗിച്ചിട്ടാണ് നടക്കുന്നത്. ഇയാൾ ഒരു ഊന്നുവടിയിലാണ്. ഇയാൾ കുറച്ച് കാണാൻ പറ്റും, കേൾക്കാനും അത്യാവശ്യമൊക്കെ കുഴപ്പമില്ല. സോ ഹെൽത്തിയർ ദാൻ ഹിസ് ഫാദർ, സോറി ഹിസ് സൺ. മകനേക്കാൾ ആരോഗ്യമുണ്ട് ഈ അച്ഛന്. വൃദ്ധനായ കർഷകനാണ് ആദ്യം വന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനെ കൊണ്ടുവന്നപ്പോൾ കുറച്ചും കൂടി ആരോഗ്യം കൂടുതലുള്ള പോലെ തോന്നി. Then at last who came? The great grandfather. ഇയാളുടെ അച്ഛനെ കൊണ്ടുവന്നു. And he is, അദ്ദേഹത്തിന് കണ്ണിനും കുഴപ്പമില്ല, കാതിനും കുഴപ്പമില്ല, കാലുകൾക്കും കുഴപ്പമില്ല, വെരി ഹെൽത്തി. അതെന്തുകൊണ്ടായിരിക്കാം? വൃദ്ധരാകും തോടും ഹെൽത്ത് പോവുകയല്ലേ വേണ്ടത്. ബട്ട് ഹൗ? ഇതെങ്ങനെയാ സംഭവിച്ചത്? എന്താണ്? What was the reason? The great grandfather had worked hard and lived by his own labor. അദ്ദേഹം മറ്റാരെയും കാത്തു നിന്നിട്ടില്ല. Lived by his own labor. സ്വന്തം തൊഴിൽ കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. And he lived according to the God's law. ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ്. നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന നിയമം അനുസരിച്ചൊന്നുമില്ല. ദൈവത്തിന്റെ നിയമം അനുസരിച്ച് കൃഷി ചെയ്തു, അതനുസരിച്ച് ജീവിച്ചു. He did not wished the things of others. മറ്റുള്ളവരുടെ coveted എന്നാണ് പ്രയോഗിച്ചത്. Coveted, the last sentence of the textbook, you know. He did not coveted what others. മറ്റുള്ളവരുടെ അത് ആഗ്രഹിച്ചില്ല. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ നടക്കുന്ന മറ്റുള്ളവരുടെ ആഗ്രഹിക്കുകയാണ് എല്ലാവരും. അത് ഭൂമിയായാലും പണമായാലും മറ്റെന്തായാലും അല്ലേ. ഭൂമിയൊക്കെ ഓരോരുത്തർ ഇങ്ങനെ മതിൽ കെട്ടുമ്പോൾ ഒരു കല്ല് അപ്പുറത്ത് കിട്ട് മതിലൊന്ന് കൂട്ടിക്കൊടുക്കുക. പണ്ടൊക്കെ വേലിയായിരുന്നു, വേലി കെട്ടിയപ്പോൾ. സോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹി ഡിഡ് നോട്ട് വിഷ് ദ
പ്രോപ്പർട്ടീസ് ആൻഡ് ഗ്രെയിൻസ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സ്വത്തോ ധാന്യമോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. സോ ഹി വാസ് ഹെൽത്തിയർ. അതുകൊണ്ടാണ് അദ്ദേഹം കുറച്ചും കൂടി ആരോഗ്യവാനാകുന്നത്. സോ യു ഹാവ് ടു റൈറ്റ് ദീസ് തിങ്സ്, ദീസ് പോയിന്റ്സ് ഇൻ യുവർ ആൻസേഴ്സ്. ഞാനീ പറഞ്ഞ അതേപോലെ എഴുതൊന്നും വേണ്ട, ആ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് യു റൈറ്റ് യുവർ ഓൺ ആൻസർ. ഓക്കെ, ഇൻ യുവർ നോട്ട് ബുക്ക്, നോട്ട് ഇൻ ടെക്സ്റ്റ് ബുക്ക്. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത് കേട്ടോ. ലെറ്റ് us revisit the story second. Then third, how did the king become aware of the merit of the labor? എങ്ങനെയാണ് രാജാവ് പിന്നെ ലേബർ, തൊഴിലിന്റെ മഹത്വം അറിഞ്ഞത്? അറ്റ് എൻഡ് ഓഫ് ദ സ്റ്റോറി, കഥാന്ത്യത്തിൽ എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കി? ഏതാണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊന്നും കൂടി വ്യക്തമായിട്ട് എഴുതിയാൽ, ദ ഗ്രേറ്റ് ഫാദർ വാസ് ഹെൽത്തിയർ ദാൻ ഹിസ് സൺ ആൻഡ് ഗ്രാൻഡ് സൺ. അല്ലെ, അദ്ദേഹത്തിന്റെ ഈ മുതുമുത്തശ്ശൻ, ഹി വാസ് ഹെൽത്തിയർ ദാൻ ഗ്രാൻഡ് ഫാദർ ആൻഡ് സൺ. ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് ഫാദറുടെ മകനും, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കേട്ടോ, അദ്ദേഹം കൂടുതൽ ഹെൽത്തി ആയിരുന്നു. ഹെൽത്തിയർ ദാൻ. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. എങ്ങനെയായിരുന്നു? ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. ആൻഡ് ഹി വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഹി ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ നീതി അനുസരിച്ചും നിയമമനുസരിച്ചും അദ്ദേഹം ജോലി ചെയ്തു, അദ്ദേഹം അതനുസരിച്ച് ജീവിച്ചു. ആൻഡ് വർക്ക്ഡ് ഹാർഡ് ആൻഡ് വർക്ക്ഡ്, ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക്. അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ആൻഡ് ഡിഗ്നിറ്റി ഇൻ ഹിസ് ലേബർ. അല്ലെ, അതെന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള ഡിഗ്നിറ്റി, മഹത്വം കൊണ്ടായിരുന്നു. Thus the king knew or understood the dignity of the labor. Okay, next, last question, how was the life of the people in olden days? നമുക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സംഭവമുണ്ട്. പണ്ട് കാലത്ത് മനുഷ്യന്മാർ എങ്ങനെ ജീവിച്ചിരുന്നത്? How was it? People worked hard. അന്നത്തെ കാലത്ത് നമുക്ക് ഉത്തരം എഴുതാണെങ്കിൽ പറയാം, people worked hard and they worked hard according to the law of the God, and they cultivated enough corn for their own. അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ ഉണ്ടാക്കി. they worked hard and they cultivated കൃഷി ചെയ്തുണ്ടാക്കുന്നതിനാണ് cultivated, cultivated, cultivated enough corn, ആവശ്യമുള്ള അത്ര ധാന്യം. നമുക്ക് ഒരു കൊല്ലത്തേക്ക് ആവശ്യമുള്ള അത്രയും ധാന്യം ആരുണ്ടാക്കി? പണ്ട് കാലത്തുള്ള ആളുകൾ സ്വന്തമായി തന്നെ ഉണ്ടാക്കി. cultivated. They did not buy or sell food. അവർ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തില്ല. ഭക്ഷണ സാധനങ്ങൾ വാങ്ങാനോ വിൽക്കാനൊന്നും നിൽക്കൂല. അത് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. ഫ്രീ. കാരണം ഇത് മറ്റുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം. അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ആളുകൾ. അന്നാരും പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. So we can understand the old, in those days the people lived with harmony, they lived happily. Why? Because they did not wish the wealth of others. മറ്റുള്ളവരുടെ സമ്പത്ത് അവർ ആഗ്രഹിച്ചിട്ടില്ല. അന്നത്തെ ഭക്ഷണം വേണം എന്ന് മാത്രമേ ഉള്ളൂ. അധികണ്ടത് അടുത്ത ആളുകൾക്ക് കൊടുക്കുക. And they find happiness in them. Lived as per the law of the God. അപ്പോൾ ഈ 2-3 പോയിന്റ്സ് ആണ്. They worked hard and they cultivated enough food for their use. അവരുടെ ആവശ്യത്തിന് അവരുണ്ടാക്കി. And the surplus is given to others. ബാക്കിയുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തു. അടുത്തുള്ള ആളും അതന്നെ ചെയ്യുക. അപ്പൊ നിങ്ങൾ നെല്ലുണ്ടാക്കണു, നമുക്ക് ആവശ്യത്തിന് അരിയും, നമുക്കിപ്പോ ഒരു ഒരു 50 കിലോ അരിയാണ് വേണ്ടത് വെച്ചാൽ we will take that 50 kilos. ദെൻ ഒരു 100 കിലോ അരി ഉണ്ടെങ്കിൽ ബാക്കി 50 കിലോ അടുത്തുള്ള ആളുകൾ കൊടുക്കും. പക്ഷെ അടുത്തുള്ള വീട്ടുകാരോ, ദേ ആർ മേക്കിംഗ് സം അതർ കോൺസ്. അവർ ചിലപ്പോൾ ഗോതമ്പായി ഉണ്ടായിരിക്കുന്നത്, ചോളമായിരിക്കും ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു വെജിറ്റബിൾസ് ആയിരിക്കും. ദേ ആർ കൾട്ടിവേറ്റിംഗ്. അതവരെന്ത് ചെയ്യും? ദേ വിൽ ഗിവ് ടു ദം. ഇങ്ങനെ പരസ്പരം സഹകരിച്ചുമാണ് അവർ ജീവിച്ചിരുന്നത്. ആൻഡ് they did not buy or sell. ഭക്ഷണം വിൽക്കുക, വാങ്ങുക എന്നല്ല, ആ പാപം ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അതൊരു പാപമാണ്. എന്താണ് കുറ്റം? ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക, അതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സാധനമാണ്. അതൊക്കെ പൈസ കൊടുത്ത് വിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മോശം സംഗതിയായിട്ട് അവരെ കണ്ടിരുന്നത്. കാരണം അത്രയും പവിത്രമായിരുന്നു അവരുടെ ജീവിതം. So dignified. They are working hard. So this is to protect the dignity of the labor. Okay, now let us move to the next page number 114. You may take.
Let us look the activity. You look. The journey of the train, the big grain corn. വലിയൊരു ധാന്യം കിട്ടിയതാണ് ഈ കഥയുടെ തുടക്കം. അതിങ്ങനെ യാത്ര ചെയ്യാനും സ്റ്റാർട്ടഡ് when the children playing found the corn in the ravine. അവർ ആ മലയിടുക്കിൽ they found ഒരു ധാന്യത്തിന്റെ ഒരു സാധനം കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യം കണ്ടെത്തി. And when it reached the old peasant's grandfather, വൃദ്ധനായ കർഷകന്റെ മുതുമുത്തശ്ശന്റെ അടുത്താണ് അവസാനം എത്തിയത്. Who unfolded the details about the grain. അദ്ദേഹത്തിനാണ് he could say everything about unfolded എന്ന് വെച്ചാൽ tell everything about the details of the grain. Fold കാരണം മടക്കുക, unfold നിവർത്തുക എന്നാണ്. Here unfolded means ഇതിന്റെ സീക്രട്സ് ഒക്കെ അൺഫോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതായത് ഈ ധാന്യവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുത്തു. Let's complete the journey of the big grain of the corn by filling in the empty boxes. നമുക്ക് ആ യാത്ര, ആ ഡയഗ്രാം ഒന്ന് നോക്കാം. ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട്. ചിൽഡ്രൻ എന്ന് ആരെടുത്ത് എത്തി ആദ്യം? ഓർമ്മ ഉണ്ടോ? ആരാണത്? കുട്ടികളെയൊക്കെ ഒന്ന് ഒരു അണക്ക് വാങ്ങിയില്ലേ? ഡു റിമെമ്പർ? പെന്നി, ഫോർ എ പെന്നി, ഒരു പെന്നി കൊടുത്തത് വാങ്ങി. ട്രാവലർ, ട്രാവലർ എന്ത് ചെയ്തു? ഹി സോൾഡ് ഇറ്റ് ടു ദ കിങ്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. രാജാവിന്റെ അടുത്ത് നിന്ന് പിന്നെ അത് ആർക്ക് കൊടുത്തു? രാജാവ് അത് ആർക്കാ കൊടുത്തത്? ടു ദ വൈസ് മെൻ, കൊട്ടാരത്തിലെ ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന അവർക്ക് കൊടുത്തു. അവരത് ആർക്ക് കൊടുത്തു? ഒരു വയസ്സായ ഫാർമറെ കൊണ്ട്. പെസന്റ്, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഓൾഡ് പെസന്റ്, ഓൾഡ് ഫാർമർ. പെസന്റ് മീൻസ് ഫാർമർ. ഒരു ഓൾഡ് പെസന്റിന്റെ അടുത്ത് കൊടുത്തു. അദ്ദേഹം പിന്നെ അതെന്ത് ചെയ്തു? ഹി ഗേവ് ഇറ്റ് ടു ഹിസ് ഫാദർ, അല്ലെ? അദ്ദേഹത്തിൽ നിന്നും അത് പിന്നെ ആരിലെത്തിയത്? അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്തെത്തി. ഹിസ് ഫാദർ, പെസൻസ് ഫാദർ, ഓൾഡ് പെസൻസ് ഫാദർ. അദ്ദേഹം പിന്നെ അത് പിന്നെ ആർക്കാ കൊടുത്തത്? ലാസ്റ്റ് അത് ആരെടുത്താണ്? ഇതിന്റെ തീരുമാനക്കാകാൻ ആരുടെ അടുത്തെത്തി? ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഓൾഡ് മാൻ, ആദ്യം ഓൾഡ് ഫാർമറിൽ നിന്നും ഹിസ് ഫാദർ, അയാളിൽ നിന്നും ഹിസ് ഫാദർ, അയാളുടെയും അച്ഛന് കൊടുത്തു. മുതുമുത്തശ്ശനിലെത്തി. സോ ദാറ്റ് വാസ് ദ ജേർണി ഓഫ് ദ ഗ്രെയിൻ. ധാന്യത്തിന്റെ യാത്ര അങ്ങനെയായിരുന്നു. സോ യു ഹാവ് ടു കംപ്ലീറ്റ് ദ കോളം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി. മറ്റേ മുമ്പത്തെ 4 ചോദ്യം നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത്. വിശദമായിട്ട് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി. ദ കിങ് സെന്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഗ്രാൻഡ് ഫാദർ. ഓൾഡ് മാന്റെ മുതുമുത്തശ്ശന് വേണ്ടി ആളയച്ചു. ആൻഡ് ഹി വാസ് ബ്രോട്ട് ബിഫോർ ദ കിങ്. രാജാവിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. ദ കിങ് ഷോഡ് ഹിം ഗ്രെയിൻ ആൻഡ് ഹി ഗേവ് ഹിം ദ ഗ്രെയിൻ. ഈ ധാന്യം, കോഴിമുട്ടയോളം വലിപ്പമുള്ള ധാന്യം കൊടുത്തിട്ട് പറഞ്ഞു. ഗ്രാൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ്, സ്മൈൽഡ്. എന്നിട്ട് അദ്ദേഹം, ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സ്മൈൽ, അതിനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിട്ട് അവർ തമ്മിലൊരു കോൺവെർസേഷൻ. ഇമാജിൻ, റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ. ഈ മുതുമുത്തശ്ശനും രാജാവും തമ്മിലൊരു കോൺവെർസേഷൻ അവിടെ നടന്നു. What will be that conversation? That is the question. It's very easy. അപ്പോൾ കിങ് ചോദിക്കുകയാണ്, ഡിയർ ഗ്രാൻഡ് ഫാദർ, can you tell me where this corn was grown? ആദ്യം രാജാവ് ആദ്യത്തെ ചോദ്യം ചോദിച്ചു, ഇനിയുള്ള മറുപടി, പിന്നെ അതിന് ചോദ്യം, വീണ്ടും മറുപടി. സോ ഹൗ മെനി? 1 2 3 4 5 എക്സ്ചേഞ്ച് ആണ്. 5 ചോദ്യം 5 ഉത്തരമാണ് വേണ്ടത്. സോ ഹിയർ ഒരെണ്ണ ചോദ്യം അവിടെ ഉണ്ട്. ഗ്രാൻഡ് ഫാദർ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിന്റെ മറുപടി എന്ത് കൊടുത്തു? എന്തായിരിക്കും? അദ്ദേഹത്തിന് അറിയോന്ന് ചോദിച്ചപ്പോൾ, can you tell me? Yes, I can tell. എവിടെയായിരുന്നു? where this corn was grown? Everywhere. When I was young, we were fed on it. When I was young, we cultivated it, or we fed. ഞങ്ങൾ ഭക്ഷിച്ചിരുന്ന ഇത് തന്നെയായിരുന്നു. when we were young, everywhere. Yes, I can tell. അപ്പൊ നിങ്ങൾക്ക് yes, I can tell, and we cultivated it everywhere. അങ്ങനെ ഒരു ഉത്തരം. ഡിഡ് യു ബൈ? പിന്നെ രാജാവ് പിന്നെ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ഡിഡ് യു ബൈ ഇറ്റ് എനിവെയർ? എവിടുന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? രാജാവ് അടുത്തൊരു ചോദ്യം. അങ്ങനെ അതൊക്കെ എല്ലാം നമ്മളെ കഥയിലുണ്ടായിരുന്നതല്ലേ. ഡിഡ് യു ബൈ ഇറ്റ് എനിവെയർ? അടുത്ത പാരഗ്രാഫിന്റെ തൊട്ട് തന്നെ പറയുന്നതാണ്. ഡിഡ് യു ബൈ ഇറ്റ് എനിവെയർ? അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞത്? വാങ്ങിനോ അല്ലാന്നോ? നോ, നെവർ. ഇല്ല, ഞങ്ങളിത് വാങ്ങിയിട്ടില്ല. വി തോട്ട് ഇറ്റ് എ സിൻ. വാങ്ങും വിൽക്കുക എന്നൊക്കെ പറയും. ഇറ്റ് ഇസ് എ സിൻ. അതൊരു പാപമാണ്, തെറ്റാണ്. അങ്ങനത്തെ കുറ്റങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. വി തോട്ട് ഇറ്റ് എ സിൻ ടു ബൈ ഓർ സെൽ ഫുഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണം. ഇത് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇതിൽ എഴുതാട്ടോ. കിങ്. പിന്നെ രാജാവ് എന്തോ ചോദിച്ചു. എന്തായിരിക്കും?
അപ്പോൾ വെർ വാസ് യുവർ ഫീൽഡ്, നിങ്ങളുടെ വയൽ എവിടെയാണ്, എവിടെയായിരുന്നു നിങ്ങളുടെ വയൽ? അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ ഇറ്റ്സ് ഓൺ എർത്ത്, ഭൂമിയിൽ എവിടെയും. ആരുടെയും സ്വന്തമായ ഭൂമിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് ഗോഡ്സ് എർത്ത്, ഇറ്റ് ഈസ് ഗോഡ്സ് എർത്ത്. നോബഡി ഓൺസ് ലാൻഡ് അറ്റ് ദാറ്റ് ടൈം. അന്ന് ആർക്കും സ്വന്തം ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല, അധ്വാനം മാത്രമേ സ്വന്തമായിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലേ? വിൽ യു ആൻസർ മീ ടു ക്വസ്റ്റ്യൻസ്? അടുത്ത ചോദ്യം അദ്ദേഹം രാജാവ് ചോദിച്ചിട്ടുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടായത്? വിൽ യു ആൻസർ മീ ടു ക്വസ്റ്റ്യൻസ്? 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമോ എന്നാണ് പിന്നെ രാജാവ് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു? ഓഫ് കോഴ്സ് മൈ ലോർഡ്, തീർച്ചയായിട്ടും. യെസ്, ഐ ക്യാൻ ടെൽ യു യുവർ ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻസ് ഇഫ് ഐ നോ. യെസ്, ഓഫ് കോഴ്സ് മൈ ലോർഡ്. അപ്പോൾ രാജാവ് എന്തോ ചോദിച്ചു, അതിന് മറുപടി അതും കൂടി നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് അടുത്ത ചോദ്യം? എന്തായിരിക്കും ചോദ്യം? 2 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? വേർ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് ഗ്രെയിൻസ്? അതായിരുന്നു ചോദ്യം 1. എവിടെയായിരുന്നു ഈ ധാന്യം ഉണ്ടായിരുന്നത്? അതിന് നേരത്തെ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. ദെൻ വൈ ആർ യു ഹെൽത്തിയർ ദാൻ യുവർ സൺ ആൻഡ് ഗ്രാൻഡ് സൺ? രാജാവ് വേറൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വൈ ആർ യു ഹെൽത്തിയർ? നിങ്ങൾ കുറച്ചും കൂടി ആരോഗ്യമുള്ളയാളാണ്. ദാൻ യുവർ സൺ ആൻഡ് ഗ്രാൻഡ് സൺ. നിങ്ങളുടെ മകനേക്കാളും പേരക്കുട്ടിയേക്കാളും നിങ്ങൾക്ക് ഹെൽത്താണ്, ആരോഗ്യം ഉണ്ടല്ലോ, വയസ്സായിട്ട് നിങ്ങൾക്ക് ആരോഗ്യം നല്ലുണ്ടല്ലോ. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് എന്താണ്? ഐ ലിവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. ഞാൻ ദൈവത്തിന്റെ നിയമം അനുസരിച്ച് ജീവിച്ചു. ആൻഡ് ഐ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഐ ലിവ്ഡ് ഓൺ മൈ ഓൺ ലേബർ. പിന്നെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ വേർ ഡിഡ് ഇൻ ദ ഗോഡ്സ് എർത്ത്, ഭൂമിയുടെ ഈ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ ഭൂമിയിൽ ഞാനത് കൃഷി ചെയ്തു, എല്ലായിടത്തും, എവരിവേർ എന്നൊക്കെ നമുക്ക് ഉത്തരം എഴുതാം. So we have completed activity 2. Let us look at next activity number 3. It's do you see, look at the picture. 2 pictures are there. Can you see 2 pictures? Yes, you can see 2 pictures there. Can you see? Yes. In these 2 pictures, you look the first picture. In that first pictures, flies, അല്ലേ, ധാരാളം പ്രാണികൾ, അതായത് പലതരത്തിലുള്ള ഈച്ചകളൊക്കെ അതിന്റെ നാലുപുറം അങ്ങനെ പാറി പറക്കുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ബാസ്കറ്റ് എയിലാണ് ഇങ്ങനെ. ബാസ്കറ്റ് ബിയിലോ, ബാസ്കറ്റ് ബി എഴുതിയിട്ടുണ്ട് കേട്ടോ, ബാസ്കറ്റിന്റെ മുകളിൽ എ ബി എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ഒരൊറ്റ പ്രാണിയില്ല. എന്ന് വെച്ചാൽ ഈ പ്രാണി പറക്കുന്നതാണോ നല്ലത്, പറക്കാത്തതാണോ നല്ലത്? വിച്ച് ഈസ് ബെറ്റർ, വിച്ച് ഈസ് ഗുഡ് ഫോർ ഈറ്റിംഗ്? പ്രാണി പറക്കുന്നതാണോ? Do you see hovering over the fruits in basket A? ബാസ്കറ്റ് എയിൽ പ്രാണികൾ ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടം കൂടി പറക്കുന്നത് കണ്ടിട്ടില്ലേ, കാണുന്നില്ലേ? What do you think there are flies? Which is better, which is good? Why do you think there are no flies around the fruits in basket B? ബാസ്കറ്റ് ബിയിൽ ഇല്ല അങ്ങനത്തെ പ്രാണികൾ. എന്തുകൊണ്ടായിരിക്കും അത്? Can you say? Who can say? Okay, you write your answer there below the picture. ആ പിക്ചറിന് താഴെ 2 ലൈൻ ഇട്ടിട്ടുണ്ട്, അതിലാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തേതിൽ എന്തുകൊണ്ടാണ് പ്രാണികൾ പറക്കാത്തത്, അല്ലെങ്കിൽ രണ്ടാമത്തിൽ എന്തുകൊണ്ട് പ്രാണികൾ പറക്കുന്നില്ല? അതിന് ഉത്തരം കണ്ടെത്തിയാൽ ഒന്നാമത്തിന്റെ ഉത്തരം വളരെ ക്ലിയർ ആവും. ഒന്നാമത്തെ സെക്കൻഡ് പിക്ചർ, അതായത് ബാസ്കറ്റ് ബി, there are no flies covering വട്ടമിട്ട് പറക്കുക. There are no insects or no flies covering over the fruits in basket B. Why? Because those fruits are sprayed with harmful pesticides. PETICIDES. അത് എഴുതി വെക്കണം, നല്ലതാ അതിന്റെ അർത്ഥമൊക്കെ. പെസ്റ്റിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് എന്നാൽ എന്താണ്? ഈ കൃത്രിമമായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യൂലേ, അണുനാശിനികൾ, അണുക്കളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവ സ്പ്രേ ചെയ്ത ഫ്രൂട്ട്സ് ആണ്. മുന്തിരിയും അതുപോലെ ബനാന, പിന്നെ മാംഗോ, ദെൻ ജുവാഫ ഒക്കെ ഉണ്ട് അവിടെ, അല്ലെ, ഗോവ.
ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ മേലിലൊക്കെ പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രാണികളൊന്നും അങ്ങോട്ട് അടുക്കില്ല. സോ പ്രാണികൾ പറക്കുന്നതാണോ നല്ലത്, പറക്കാത്ത? അപ്പൊ നല്ല ചില ആളുകളൊക്കെ ഈ ഫ്രൂട്ട് കടയിലൊക്കെ ചെന്നാലേ ഈച്ച അറുക്കണതേ വാങ്ങിപ്പോരുള്ളൂ. ചില ആളുകൾ, അല്ല ബുദ്ധിയുള്ള ആളുകൾ. ഈച്ച ഉണ്ടായിക്കോട്ടെ, അതിന് കഴുകാൻ പോകും. പക്ഷേ പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ പെസ്റ്റിസൈഡ്, എസ്പെഷ്യലി കോളിഫ്ലവർ പോലത്തെ സാധനങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ മരുന്ന് കളിക്കും. അപ്പോൾ ആ മരുന്ന് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കോളിഫ്ലവർ ആണെങ്കിൽ ആദ്യം 1-2 ഇല ഉണ്ടാവുള്ളൂ. അന്ന് മരുന്ന് കളിക്കും പ്രാണികൾ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന്റെ മുകളിൽ അടുത്ത ഇല വന്നിട്ട് ഈ മരുന്നിനെ മൂടിയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും എന്താണ്, കോളിഫ്ലവർ പോലത്തെ സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ, കോളിഫ്ലവർ അല്ല കാബേജ് പോലത്തെ സാധനങ്ങളൊക്കെ എന്തായിരിക്കണം, യു മസ്റ്റ് ക്ലീൻ വെരി വെൽ. ചുടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണം എന്നൊക്കെയാണ്, മഞ്ഞളും ചുടുവെള്ളമൊക്കെ ചേർത്തിട്ട്. എന്നിട്ടേ ശരിക്കും ഇത് കഴിക്കാവൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ, അല്ലേ? മാക്സിമം പരമാവധി എന്താണ്, കിച്ചൺ ഗാർഡൻ, അടുക്കള തോട്ടങ്ങൾ ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ നമ്മൾ മനോഹരമായ പയറും ഇതൊക്കെ കുഴിച്ചിട്ടുണ്ടാക്കുക. എനിവേ, so you have to write, discuss and write, why do you think are the flies around the fruits in basket B? Basket B യിൽ എന്തുകൊണ്ടാണ് ഫ്ലൈസ് ഇല്ലാത്തത്? We have discussed it and you write it in your textbook. അതിന്റെ കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. because in basket B the fruits are sprayed harmful pesticides over the fruits, അല്ലേ? So they sprayed harmful pesticides over the fruits. ആ ഫ്രൂട്ട്സിന്റെ മുകളിൽ കൂടെ പെസ്റ്റിസൈഡ്സ് സ്പ്രേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം there were no flies. Next, we have to complete one more activity that is very easily you can do that. One more activity, activity 4 activity A നമുക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം. In Kerala, we buy most of the vegetables and food items from the basket market. മാർക്കറ്റിൽ നമ്മൾ ധാരാളം ഫുഡ് ഐറ്റംസ് വാങ്ങാറുണ്ട്. ബട്ട് ദർ ആർ മെനി പീപ്പിൾ ഹു ഗ്രോ വെജിറ്റബിൾസ്. കുറെ ആളുകൾ വീട്ടിൽ കൃഷി ചെയ്യാറുണ്ട് പച്ചക്കറി. ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ദർ ഹൗസ്, ഫാംസ് ഓർ സ്കൂളിലൊക്കെ ചില കുട്ടികൾ സ്കൂളിലൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിലൊക്കെ ചില കുട്ടികൾ 4th സ്റ്റാൻഡേർഡ് തോന്നുന്നുണ്ടായിരുന്നു. ദേ കൾട്ടിവേറ്റഡ് സംതിങ്. നമ്മുടെ സ്റ്റെപ്പുകൾ കയറുന്ന ലെഫ്റ്റ് സൈഡിൽ വെള്ളരിക്ക അങ്ങനത്തെ സാധനങ്ങൾ, കുമ്പളങ്ങ പോലത്തെ സാധനങ്ങളൊക്കെ കുട്ടികൾ ഉണ്ടാക്കിയിരുന്നു. സോ ഇൻ ദിസ് ഹൗസ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് കുറെ ആളുകളൊക്കെ കൃഷിയിലൊക്കെ കൊച്ചു കൃഷി, ബ്രിഞ്ചാൽ, വഴുതനങ്ങ, ലേഡീസ് ഫിംഗർ, വെണ്ടയ്ക്ക പോലത്തെ സാധനങ്ങളൊക്കെ നമുക്കും വീട്ടിലുണ്ടാക്കാം. ഈ ഗ്രോ ബാഗിലൊക്കെ ഉണ്ടാക്കാം. ചെറിയൊരു ബാഗ്, സ്ഥലമൊന്നും കുറേ വേണമെന്നൊന്നുമില്ല. എന്നിട്ട് വീടിന്റെ ടെറസിലാണെങ്കിൽ ടെറസ് കൊണ്ടുവച്ചാൽ കുറച്ച് വലിയ പ്ലാസ്റ്റിക് ഗ്രോ ബാഗും വാങ്ങണമെന്നില്ല. യു ക്യാൻ നമ്മളെ സിമെന്റും ചാക്ക് പോലത്തെ ചാക്ക് കൊണ്ടുവരിക. അതിൽ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് നിറച്ച് വെണ്ടയും ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിൽ ഒരു വെണ്ടയ്ക്ക, അല്ലെങ്കിൽ ഒരു വഴുതനങ്ങ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ചില്ലി, പച്ചമുളക് പോലത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടാവും ചെയ്യും. നിങ്ങൾക്കൊരു ഹോബി ആയിരിക്കും. വൈകുന്നേരം ഒരു വാട്ടറിങ്, ഒരു വെള്ളം നിങ്ങൾക്ക് അതിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് കളയാം. അതിങ്ങനെ വളർന്ന് വലുതാവും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനം നമുക്ക് ഉണ്ടാക്കി തന്നെ വെരി സ്വീറ്റ്, അല്ലേ? വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില ജോലികളാണ്. ഓക്കെ, നെയിം സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് ഇൻ ഹോം, ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾസ് ഒന്ന് പറയൂ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതിന്റെ ലിസ്റ്റാണ് പറയേണ്ടത്. എന്തൊക്കെ ഉണ്ടാക്കാം? ഇപ്പൊ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, ഉണ്ടാക്കാം ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്ക, ദെൻ പീസ്, പയർ ഐറ്റംസ്, ടൊമാറ്റോ ചെടി പല ആളുകളും കണ്ടു, തക്കാളിയുടേത്. പിന്നെ ബിറ്റർ ഗോഡ് എന്താ, നല്ല കയ്പുള്ള സാധനമല്ലേ, കയ്പക്ക, അതൊക്കെ ഉണ്ടാക്കാം. ദെൻ കുക്കുംബർ, വെള്ളരിക്ക, അല്ലേ, അല്ലെങ്കിൽ കുമ്പളങ്ങ പോലത്തെ സാധനങ്ങൾ. പംകിൻ, ഗ്രീൻ ചില്ലീസ്, ബ്രിഞ്ചാൽ വഴുതനങ്ങ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്ന വെജിറ്റബിൾസ് ആണ്. ഇനി ഫ്രൂട്ട്സിൽ എന്തൊക്കെ ഉണ്ടാക്കാം? പപ്പായ, ജുവാഫ, ഗുവാവ, പേരക്ക, അല്ലേ? അതുപോലെ സപ്പോട്ട, ചില സപ്പോട്ട മരങ്ങളൊക്കെ ഉണ്ടാക്കാമല്ലോ. മാംഗോ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ബനാന, ഇറ്റ്സ് വെരി ഈസി ടു മേക്ക്, അല്ലേ? അതുപോലെ പൈനാപ്പിൾ, അല്ലേ? പിന്നെ നമുക്ക് വലിയ ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട്, ചിലപ്പോൾ ഒരു വർഷം കൊണ്ടൊന്നും ആവില്ല, ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുന്നാലും ജാക്ക് ഫ്രൂട്ട്, ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ we can cultivate in our home or school. So fill that list. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ല, നിങ്ങളെ വീട്ടിലുള്ള സാധനം നോക്കിയാലും മതി, അതനുസരിച്ച് അത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. So you write it in your textbook only, no need to write on notebook. അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ആദ്യത്തെ 1 to 4 questions and answers in the notebook, and the remaining activity 1, 2, 3, 4A മാത്രമാണ്. 4B ഇനി വരാനുണ്ട്. അത് നെക്സ്റ്റ് പേജിലാണ്. ദാറ്റ് വി വിൽ ഡു നെക്സ്റ്റ് ഡേ.
ബി മുതൽക്കുള്ളത് നമ്മൾ അടുത്ത ദിവസം ചെയ്യും. സോ അത് അടുത്ത ദിവസം പൂർത്തിയാകും. So you may complete all the question and answers and send it to me today itself. Okay. Thank you. Have a nice day. We will see you in our next class.